കൊല്ലം മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളിൽ ഒരാളായ ഡോക്ടർ ശ്രീകുട്ടി നിരപരാധിയാണെന്നും തന്റെ മകളെ കുടുക്കിയതാണെന്നും അമ്മ സുരഭി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. മകളുടെ ഭർത്താവ് സോണിയും അജ്മലും ചേർന്ന തന്റെ മകളെ ഇതിൽ കുടുക്കിയതാണെന്നും മകൾ മദ്യപിക്കുന്ന ആളല്ല എന്നും അമ്മ ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് തന്റെ മകളുടെ 15 പവൻ സ്വർണവും R15 V3 ബൈക്കും അജ്മൽ കൈക്കലാക്കിയെന്ന ആരോപണവുമായി അമ്മ രംഗത്തെത്തിയത്. 2 RC ബുക്കും അവളുടെ കയ്യിലുണ്ട്. ഇവ എന്തോ നന്നാക്കാനെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോയതാണെന്നാണ് നമ്മളെ ധാരണ. അല്ലാതെ വണ്ടി അജ്മലിന്റെ കയ്യിലാണ്. അജ്മൽ 2 വണ്ടി എടുത്തിട്ട് പോയിട്ടാണ് ഈ അവൻ്റെ കാറുണ്ടല്ലോ അതിൽ കൊണ്ട് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്. സ്വർണം ഒരു 5 പവൻ്റെ കൊലുസ് കാലിലുണ്ടായിരുന്നു, 5 പവൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു, ഒരു 3.5 പവൻ്റെ മാല ഉണ്ടായിരുന്നു, കമ്മലുണ്ടായിരുന്നു. എല്ലാം കൂടി ഒരു 15 പവനോളം എൻ്റെ കയ്യിലാണ്. ഇതെങ്ങനെ ആയെന്നുള്ളതിൻ്റെ മോളെ കാണുമ്പോഴേ അറിയാൻ പറ്റൂ. ആ കുട്ടിയെ എങ്ങനെയാണ് പെടുത്തിയവന്മാർ ഉരിയെടുത്തതാണോ, ഭീഷണിപ്പെടുത്തി ഉരിയെടുത്തതാണോ എന്നൊന്നും അറിയില്ല. തന്റെ മകളെ കൊടുക്കാൻ എന്തിനാണ് ഒരാളുടെ ജീവൻ കൂടി അജ്മൽ നശിപ്പിച്ചതെന്നും അമ്മ ചോദിച്ചു. ആ സ്ത്രീയെ കയറ്റിയിറക്കി എന്തിനാണ് കൊന്നത്? അത് മാത്രമേ എനിക്ക് ആ കുടുംബത്തിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ളത്. അത് മാത്രമേ ഉള്ളൂ. എൻ്റെ പള്ള നിരപരാധിയാണ്. എൻ്റെ കൊച്ച് എന്നെ വിളിച്ച് പറഞ്ഞ, അമ്മ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യൂല അമ്മ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അമ്മ. എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് പോലെ ഒറ്റയ്ക്കല്ല ഡോക്ടർ താമസിച്ചിരുന്നതെന്നും ആശുപത്രിയിൽ തന്നെയാണ് ഡോക്ടർ ഒരു മുറിയിൽ താമസിച്ചതെന്നും അമ്മ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.